നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 28 വെള്ളിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും പൂർണ്ണമായും ശ്രദ്ധിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: രാജ്യത്തെ ബാങ്കിംഗ്, സാമ്പത്തിക സേവന മേഖലകളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സെൻട്രൽ നോ യുവർ കസ്റ്റമർ അഥവാ CKYC സംവിധാനം ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിക്കുമ്പോഴോ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുമ്പോഴോ ഓരോ സ്ഥാപനത്തിലും വ്യക്തിഗത രേഖകൾ വെവ്വേറെ നൽകേണ്ടി വരുന്നത് ഒഴിവാക്കാനാണ് ഈ കേന്ദ്രീകൃത സംവിധാനം ലക്ഷ്യമിടുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളുമാണ് പങ്കാളികളാകുന്നത്. ഈ വർഷാവസാനത്തോടെ അസറ്റ് മാനേജ്മെന്റ് കമ്പനികളും മ്യൂച്വൽ ഫണ്ട് ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമാകും. നിലവിൽ CKYC രജിസ്ട്രിയിൽ 120 കോടിയോളം ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ലഭ്യമാണെങ്കിലും ഡാറ്റയിലെ അപൂർണതകളും ആവർത്തനങ്ങളും കാരണം അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല. എന്നാൽ പുതിയ CKYC 2.0 ക്രമീകരണത്തിൽ വിവരങ്ങളുടെ കൃത്യതയും വിശ്വാസ്യതയും ഉറപ്പുവരുത്തുന്നതിനായി കോൺഫിഡൻസ് സ്കോർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഒറ്റത്തവണ പാസ്വേഡ് അഥവാ OTP വഴി ഉപഭോക്താവിന്റെ പൂർണ്ണ സമ്മതം ഉറപ്പാക്കിയ ശേഷം മാത്രമായിരിക്കും കേന്ദ്രീകൃത രജിസ്ട്രിയിൽ നിന്നും സ്ഥാപനങ്ങൾക്ക് ഈ വിവരങ്ങൾ ലഭ്യമാകുന്നത്. ഇത് സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനും സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമായി സഹായിക്കുന്നതാണ്. സിംഗപ്പൂർ, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ മികച്ച ഡിജിറ്റൽ ഐഡന്റിറ്റി മാതൃകകളെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്ത ഈ പുതിയ സംവിധാനം രാജ്യത്ത് സാമ്പത്തിക പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കൂടുതൽ ആളുകളെ ഇൻഷുറൻസ്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ മേഖലകളിലേക്ക് ആകർഷിക്കാനും സഹായകരമാവും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ ഭവന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 2015 ആരംഭിച്ച പ്രധാനമന്ത്രി ആവാസ് യോജന അഥവാ PMAY. രാജ്യത്തെ ഗ്രാമീണ നഗരമേഖലകളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാവർക്കും സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി തന്നെ ഭവന വായ്പ എടുക്കുന്ന ഇടത്തരം കുറഞ്ഞ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ആശ്വാസമായി ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി സ്കീം അഥവാ CLSS നിലവിലുണ്ട്. വാർഷിക വരുമാനം 6 ലക്ഷം രൂപ വരെയുള്ള EWS, LIG വിഭാഗങ്ങൾക്ക് 6.5% വരെ പലിശ സബ്സിഡി ഈ പദ്ധതി വഴി ലഭിക്കുന്നതാണ്. ഇനി കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികൾ പരിശോധിക്കുകയാണെങ്കിൽ 2017 ആരംഭിച്ച ലൈഫ് മിഷനാണ് ഏറ്റവും ശ്രദ്ധേയം. ഭവനരഹിതർക്കും ഭൂരഹിതർക്കുമായി 4 ലക്ഷം രൂപ സാമ്പത്തിക സഹായത്തോടെ 376 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഈ പദ്ധതി ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് തുണയായത്. ഇതുകൂടാതെ വീട് വെക്കാൻ സ്വന്തമായി ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്ക് ഗ്രാമപ്രദേശങ്ങളിൽ 3 മുതൽ 5 സെന്റ് വരെയും നഗരപ്രദേശങ്ങളിൽ 1.5 മുതൽ 3 സെന്റ് വരെയും ഭൂമി സൗജന്യമായി ലഭ്യമാകുന്ന പ്രത്യേക ഭൂരഹിത പുനരധിവാസ പദ്ധതികളും സംസ്ഥാന സർക്കാർ വിജയകരമായി നടപ്പിലാക്കി വരുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: ചെറുകിട ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ രംഗത്തേക്ക് പുതിയതായി കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും വൻ പ്രതീക്ഷ നൽകുന്ന പുതിയ അറിയിപ്പുകൾ പുറത്തു വന്നിരിക്കുകയാണ്. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന പ്രധാനമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് എന്ന പദ്ധതി വരും വർഷങ്ങളിലേക്കും തുടർന്നു കൊണ്ടുപോകുന്നതിനായി 5 വർഷത്തേക്ക് കൂടി, അതായത് 2026 മുതൽ 2031 വരെ നീട്ടാൻ കേന്ദ്ര സർക്കാരിന് ഔദ്യോഗിക ശുപാർശ സമർപ്പിച്ചിരിക്കുന്നു. തദ്ദേശീയമായ ഭക്ഷ്യവിഭവങ്ങൾക്ക് മികച്ച വിപണി കണ്ടെത്താനും ഗ്രാമീണ മേഖലകളിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് ആകെ 10,000 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ രാജ്യത്തൊട്ടാകെ ഇതുവരെ 2 ലക്ഷത്തിലധികം ചെറുകിട ഭക്ഷ്യ സംസ്കരണ യൂണിറ്റുകൾക്ക് സാമ്പത്തികവും സാങ്കേതികവുമായ പിന്തുണ എത്തിച്ചു നൽകാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ വിജയകരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ഉൽപാദനക്ഷമതയും ഗുണനിലവാരവും ഉയർത്തുന്നതിനായി അത്യാധുനിക യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിനും അതോടൊപ്പം തന്നെ പൂർണ്ണമായും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ മുന്നോട്ട് വരുന്നവർക്ക് ആവശ്യമായ സാങ്കേതിക പരിശീലനങ്ങൾ, ബ്രാൻഡിംഗ്, പാക്കിംഗ്, FSSAI ലൈസൻസ് നടപടികൾ എന്നിവ ഉറപ്പാക്കുന്നതിനും പദ്ധതി വലിയ പങ്കുവഹിക്കുന്നുണ്ട്. പദ്ധതിയുടെ ചിലവഴിക്കൽ 60% തുക കേന്ദ്ര സർക്കാരും ബാക്കി 40% തുക സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കുന്നത്.
ഇതിൽ വ്യക്തിഗത യൂണിറ്റുകൾക്ക് പദ്ധതി തുകയുടെ 35% അല്ലെങ്കിൽ പരമാവധി 10 ലക്ഷം രൂപ വരെ ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡിയായി ലഭിക്കുമ്പോൾ കർഷക ഉൽപാദക സംഘങ്ങൾ അഥവാ FPO, സഹകരണ സംഘങ്ങൾ, സ്വയം സഹായ ഗ്രൂപ്പുകൾ എന്നിവർക്ക് തങ്ങളുടെ ഉൽപാദനം വിപുലീകരിക്കാൻ ആവശ്യമായ വലിയ തുകകളുടെ മൂലധന സഹായവും ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മലയോര മേഖലകളിൽ അധിവസിക്കുന്നവർക്കും വനിതാ സംരംഭകർക്കും ആദ്യമായി വ്യവസായ രംഗത്തേക്ക് ഇറങ്ങുന്നവർക്കും വലിയ സാമ്പത്തിക മുൻഗണന ഉറപ്പാക്കുന്ന ഈ പദ്ധതി കേരളത്തിൽ കുടുംബശ്രീ മിഷൻ വഴിയും അയൽക്കൂട്ട അംഗങ്ങൾക്കുള്ള വിത്ത് ധനസഹായം ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വഴിയും താഴെത്തട്ടിലേക്ക് വിജയകരമായി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത പരമാവധി പ്രയോജനപ്പെടുത്തി പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് ദേശീയ, അന്തർദേശീയ തലങ്ങളിൽ സ്വന്തമായി ഒരു ബ്രാൻഡ് മൂല്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ചെറുകിട സംരംഭകനും ഈ പദ്ധതി നീട്ടിവെക്കൽ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള വഴിയൊരുക്കുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉടമകൾക്കായി പണം പിൻവലിക്കുന്നതിനുള്ള പുതിയ സേവന നിരക്കുകൾ ഒക്ടോബർ 1 മുതൽ പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ്. പുതിയ നിബന്ധനകൾ പ്രകാരം ഒരു സാമ്പത്തിക മാസത്തിൽ പരമാവധി 4 തവണ മാത്രമേ സൗജന്യമായി പണം പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. SBI ബ്രാഞ്ചുകൾ, SBI ATMകൾ, മറ്റ് ബാങ്കുകളുടെ ATMകൾ, കൂടാതെ ആധാർ അടിസ്ഥാനമാക്കിയുള്ള AEPS ഇടപാടുകൾ എന്നിവയെല്ലാം ഉൾപ്പെടെയാണ് ഈ 4 തവണയും സൗജന്യ പരിധി കണക്കാക്കുന്നത്. നിശ്ചിത 4 സൗജന്യ ഇടപാടുകൾക്ക് ശേഷമുള്ള ഓരോ അധിക പിൻവലിക്കലിനും 15 രൂപയും അതിനൊപ്പം ബാധകമായ GSTയും ബാങ്ക് സേവന നിരക്കിനായി ഉപഭോക്താവിൽ നിന്നും ഈടാക്കുന്നതാണ്. എന്നാൽ അക്കൗണ്ട് ഉടമകൾ നടത്തുന്ന UPI, നെറ്റ് ബാങ്കിംഗ്, മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ ഡിജിറ്റൽ ഇടപാടുകൾക്ക് ഈ നിരക്ക് വർധനവ് ബാധകമല്ലെന്നും അവ തുടർന്നും സൗജന്യമായി ഉപയോഗിക്കാമെന്നും ബാങ്ക് വ്യക്തമാക്കുന്നു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾക്ക് ഒട്ടേറെ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയായ 2000 രൂപ അർഹരായ എല്ലാ ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ സഹകരണ ബാങ്കുകൾ വഴി കൈകളിലേക്കോ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ ഓണക്കാലത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും 2 ഗഡുക്കൾ ഒരുമിച്ച്, അതായത് 1600 2 ഗഡുക്കളായി വിതരണം ചെയ്ത ഒരു രീതിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഷവും സമാനമായ രീതിയിൽ ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ ആനുകൂല്യം അല്ലെങ്കിൽ അഡ്വാൻസ് തുക ലഭിക്കുമോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ധാരാളം ആളുകൾ നമ്മുടെ ചാനലിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. മാത്രമല്ല, ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും യൂട്യൂബ് ചാനലുകളിലും മറ്റും ഇത്തവണയും 4000 രൂപയോളം അക്കൗണ്ടുകളിലേക്ക് പ്രഖ്യാപിച്ചു, ഉറപ്പായി ലഭിക്കും എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളും വന്നിരുന്നു. എന്നാൽ അത്തരത്തിൽ അധിക തുകയോ അഡ്വാൻസ് പെൻഷനോ നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗിക അറിയിപ്പും വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കണമെന്ന സൂചന നമ്മൾ നൽകിയിരുന്നു. നിലവിൽ ഓഗസ്റ്റ് 19 മുതൽ വിതരണം ആരംഭിച്ചതോടെയാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത നമുക്ക് ലഭിച്ചത്. ഈ മാസത്തെ സാധാരണ പെൻഷൻ തുകയായ 2000 രൂപ മാത്രമാണ്. ഈ വിതരണം പൂർത്തിയാകുന്നതോടെ ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ നടപടികൾ അവസാനിക്കുന്നതാണ്. ഇനി അഡീഷണൽ തുകയൊന്നും ലഭിക്കാനില്ലെന്നും അടുത്ത ഗഡു പെൻഷൻ ഇനി സെപ്റ്റംബർ മാസത്തിൽ മാത്രമേ വിതരണം ചെയ്യുകയുള്ളൂ എന്ന കാര്യവും എല്ലാവരും പ്രത്യേകം ഓർത്തുവെക്കേണ്ടതാണ്. ഇനി ഇതുവരെ അക്കൗണ്ടിൽ പണം ലഭിക്കാത്തവർ ചില സാങ്കേതികവും ഭരണപരവുമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സംസ്ഥാനത്ത് തുടർച്ചയായി വന്ന പൊതു അവധി ദിവസങ്ങളും ബാങ്ക് അവധികളും കാരണമാണ് നിലവിൽ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതിൽ ചെറിയ തോതിലുള്ള തടസ്സവും വൈകലും നേരിട്ടിരുന്നത്. പ്രത്യേകിച്ചും പ്രവാസി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്കുള്ള പെൻഷൻ തുകയും കേന്ദ്ര പെൻഷൻ വിഹിതം കൈപ്പറ്റുന്നവർക്കുള്ള തുകയുമാണ് ചിലയിടങ്ങളിൽ വൈകിയിട്ടുള്ളത്. എന്നാൽ ഇതിനായി സർക്കാർ 32 കോടിയോളം രൂപ ഇതിനോടകം തന്നെ അനുവദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ പ്രവാസി ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവരും കേന്ദ്ര വിഹിതത്തിന് അർഹരായവരും യാതൊരു രീതിയിലും ആശങ്കപ്പെടേണ്ടതില്ല. അവധി ദിവസങ്ങൾ കഴിഞ്ഞ് ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാകുന്നതോടെ തുക നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. രാജ്യത്തെ 8.5 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയുള്ള തുകയാണ് ലഭിക്കേണ്ടത്. ഈ തുക ഇതിനോടകം അക്കൗണ്ട് ലഭിച്ചവർ ഉണ്ടെങ്കിൽ മറ്റ് ഗുണഭോക്താക്കളുടെ അറിവിലേക്കും ആശ്വാസത്തിനുമായി താഴെ കമന്റ് ബോക്സിൽ ആ വിവരം പങ്കുവയ്ക്കാൻ അഭ്യർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങാതെ കൃത്യസമയത്ത് തന്നെ വിതരണം ചെയ്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അനുഭവപ്പെടുന്ന ഈ ചെറിയ കാലതാമസത്തിൽ എല്ലാവരും ക്ഷമയോടെ സഹകരിക്കണമെന്നും വൈകാതെ തന്നെ മുഴുവൻ തുകയും നിങ്ങളുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുമെന്നും അറിയിക്കുന്നു. ഏറ്റവും അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി. ബുധനാഴ്ച മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണ നിരക്കുകൾ ഇന്നലെ 2026 ഓഗസ്റ്റ് 27 വ്യാഴാഴ്ച താഴേക്ക് പോയി. 22 കാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 70 രൂപ കുറഞ്ഞ് 14,940 രൂപയും പവന് 560 രൂപ കുറഞ്ഞ് 1,19,520 രൂപയിലുമായിരുന്നു വ്യാപാരം നടന്നിരുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ വാർത്ത ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.